വഴുതനങ്ങ കൃഷിയിലെ ഏറ്റവും വലിയ വില്ലനാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ഒരു 4-5 ദിവസം നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് ചെല്ലാതിരുന്ന ഇവന്മാര് തീർച്ചയായിട്ടും നമ്മുടെ കൃഷിയിടത്തിലേക്ക് എത്തുകയും ഇതിൻ്റെ ഇലകളിൽ കൂടൊരുക്കുകയും ഇതേപോലെ ഇലകളും അതിൻ്റെ തളിര് ഇലകളും അതിൻ്റെ മണ്ടയടക്കം എല്ലാം തിന്ന് നശിപ്പിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഒരു വഴുതനങ്ങ മുകൾ ഭാഗത്തെ ആ തളിരിലകളെല്ലാം ചേർത്ത് വെച്ചൊരു മനോഹരമായൊരു കൂട് തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവനായിട്ടും ഈ പുഴുവിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ മുഴുവനായിട്ടും അതിനകത്ത് അത്രയും അതിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളുമാണ് ഇരിക്കുന്നത്. ഈ പുഴുക്കൾ അത്രയും വിരിഞ്ഞിറങ്ങിയാൽ തന്നെ നമ്മളെ കൃഷിയുടെ മുഴുവനായിട്ടും നശിപ്പിക്കാനുള്ള ഒരു കരുത്ത് ഇവർക്കുണ്ട്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം. വഴുതനങ്ങ, കത്രിക പോലുള്ള ചെടികളിലാണ് കൂടുതലായി ഈ പുഴുകൾ കാണാറുള്ളത്. മറ്റു ചെടികളിലും കാണാറുണ്ട്, വെണ്ടയ്ക്കയിൽ കാണാറുണ്ട്, പിന്നെ നമ്മൾ ചതുരപ്പയർ ഇങ്ങനെയൊക്കെയുള്ള പയറുവർഗ്ഗ ചെടികളിലും ഇതുപോലുള്ള പുഴുകൾ ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. എന്നാലും കൂടുതലായിട്ട് നമ്മൾ ഈ വഴുതനങ്ങ, കത്രിക പോലുള്ള ചെടികളിലാണ് കാണാറുള്ളത്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെ പറയാം. അപ്പോൾ ഇത് നമ്മുടെ പുകയില കഷായം. പുകയില കഷായം നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞൂടാത്തവർക്ക് ആ വീഡിയോ ചെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ പുഴുക്കളിലേക്ക് ഈ പുകയില കഷായം മെല്ലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം പതുക്കെ ഒന്ന് അതിൻ്റെ ദേഹത്തേക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ഒരുപാട് താമസമൊന്നും വേണ്ട. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പുഴുക്കളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടാവും. അത്രയ്ക്കും നല്ല ഒരു എഫക്റ്റീവായ ഒരു മരുന്നാണിത്. അപ്പോൾ എല്ലാ കർഷകരും ഈ പുകയില കഷായം എപ്പോഴും നിർമ്മിച്ച് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കണം. നമ്മുടെ ചെടികൾക്കുണ്ടാവുന്ന എല്ലാത്തരം കീടങ്ങൾക്കും ഈ പുകയില കഷായം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെടിയിൽ ഇത് ഇത്രയും ഒരുപാട് അങ്ങ് കൂട് കൂട്ടി പുഴുക്കളൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളിലൊക്കെ ചിലപ്പോൾ ഈ പുഴുക്കൾ മറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി അതിൽ പുകയില കഷായം ഉപയോഗിക്കേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ആ മുകൾ ഭാഗം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റ് ഇലകളിലേക്കും ഒക്കെ നമുക്ക് ഈ പുകയില കഷായം ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരുപാട് കീടം ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കരിച്ച് കളയാണ് ഏറ്റവും നല്ലത്. നമ്മൾ മരുന്ന് തളിക്കാൻ നിൽക്കാത്തതാണ് ബുദ്ധി. ഇപ്പോൾ അത് നമ്മൾ നേരത്തെ പുകയില കഷായം തളിച്ചു കൊടുത്ത പുഴുക്കളാണ്. എല്ലാ പുഴുക്കളും ഇതിൽ ചത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും നല്ല ഒരു മരുന്നാണിത്. നമ്മൾ കാശ് കൊടുത്ത് വളക്കടയിൽ നിന്നും കീടനാശിനികളൊന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല. 10 രൂപ ചിലവിൽ നമുക്ക് ഇത്രയും നല്ല ഒരു മരുന്ന് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, പുഴുക്കളെല്ലാം ചത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം ചത്തു. അപ്പോൾ ആ ഇല നമുക്ക് നുള്ളിക്കളഞ്ഞതിന് ശേഷം ആ ചെടികളിൽ മുഴുവനായിട്ടും കേടായ ഇലകളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റു ഇലകളിലും ഇലയില അടിഭാഗത്തും ഒക്കെ ഈ പുകയില കഷായം തളിച്ചു കൊടുക്കാം. അപ്പോൾ പുകയില കഷായം നിങ്ങൾ എത്ര ദിവസം കൂടുന്നോ, അതായത് 1-2 ആഴ്ച അല്ലെങ്കിൽ എത്ര നാൾ ഇരുന്നാലും പുകയില കഷായം എത്രയും നാളിരിക്കുന്നു അത്രയും നല്ല ഉപയോഗമായിട്ട് വരികയുള്ളൂ. അത്രയും നല്ലൊരു മരുന്നാണ് പുകയില കഷായം എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ചെന്ന് ഇത് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു 3-4 ദിവസം കൊണ്ട് മാത്രമേ ഈ പുകയില കഷായം നല്ല രീതിയിൽ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിനുശേഷം 3-4 ദിവസത്തിന് ശേഷം ഇതിന് എത്ര നാൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ദിവസങ്ങൾ കൂടുന്തോറും ഇതിൻ്റെ ഉപയോഗം നമുക്ക് കൂടി വരികയുള്ളൂ. അതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ നമുക്ക് ഈ കേടായ ഇലകളൊക്കെ പുഴുക്കൾ തിന്ന് ബാക്കിയുള്ളതും ചെറുതായിട്ട് മുട്ടയിരിക്കുന്ന ഇലകളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് പറിച്ചു മാറ്റി ഇതിനെ പുകയില കഷായം കൊണ്ട് മൊത്തത്തിൽ ഒന്ന് തളിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, നമുക്ക് കാശ് കൊടുത്തൊന്നും കീടനാശിനി വാങ്ങേണ്ട യാതൊരു കാര്യമില്ല.
നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഈ പുകയില കഷായം മാത്രം മതി നമ്മളെ ചെടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ അസുഖത്തിനും ഒരേ ഒരു മരുന്ന്.